ദൈവത്തിന് സ്തോത്രം. കാൽവരി എന്നൊരു മലയുടെ മുകളിൽ ദൈവകോപ തീയിൽ കർത്താവായ യേശുവിൻ്റെ രക്തം കൊണ്ട് കത്തിയതായ ഒരു തീപ്പന്തമുണ്ട്. കാൽവരിയുടെ മലയുടെ മുകളിൽ യേശുവിൻ്റെ രക്തം പിതാവായ ദൈവം കത്തിച്ചു. അതിലൊരു ദീപശിഖ കത്തിച്ചു. ദൈവമക്കളെ, 1-ാം നൂറ്റാണ്ടിൽ ആ ദീപശിഖ കാൽവരിയിൽ കത്തിയപ്പോൾ, ദൈവകോപത്തിയിൽ കത്തിയപ്പോൾ പിടിക്കാൻ ആളുണ്ടായിരുന്നു. അന്ന് പിടിക്കാൻ ആളുണ്ടായിരുന്നു. അന്ന് ക്രിസ്ത്യാനികൾ വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ദീപശിഖ പിടിക്കാൻ ആളുണ്ടായിരുന്നു. ഇന്ന് ക്രിസ്ത്യാനികൾ ധാരാളമാണ്, കോടിക്കണക്കിന്, കോടിക്കോടിക്കണക്കിന്. പക്ഷേ ആ ദീപശിഖ പിടിക്കാൻ ഇന്ന് ആളില്ല. ഇന്ന് ആ ദീപശിഖ പിടിക്കാൻ ആളില്ല. കാൽവരിയിൽ കത്തിയതായ ആ ദീപശിഖ, ദൈവകോപ തീയിൽ വെന്തെരിഞ്ഞ ആ ദീപശിഖ പിടിക്കാൻ ഇന്നാളില്ല. ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി. ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങളിൽ, ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിൽ പരകുദാശകൾ ധാരാളം നടന്നു. എൻ്റെ വീട്ടിലും നടന്നു. എൻ്റെ വീട്ടിലും പരകുദാശ നടക്കുമ്പോൾ യേശുവിൻ്റെ കാൽവരിയിലെ രക്തത്തെക്കുറിച്ചൊന്നും ഞാൻ ഓർത്തില്ല. നിങ്ങൾ ഓർത്തോ? നിങ്ങളുടെ വീട്ടിൽ പരകുദാശ നടന്നപ്പോൾ യേശുവിൻ്റെ കാൽവരിയിലെ രക്തത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തോ? എൻ്റെ മക്കളെ മാമോദീസ മുക്കിയപ്പോൾ അത് യേശുവിൻ്റെ കാൽവലിയുടെ രക്തത്തിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ ഓർത്തില്ല. നിങ്ങൾ ഓർത്തോ? നിങ്ങൾ ക്രൈസ്തവരുടെ ദേവാലയത്തിൽ കല്യാണം കെട്ടിൽ നിന്നപ്പോൾ ഇത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ഫലമാണെന്ന് നിങ്ങൾ ഓർത്തോ? നിങ്ങൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പെരുന്നാൾ കൂടിയപ്പോൾ ഓർത്തോ? നിങ്ങൾ തീർത്ഥാടനം കൊണ്ട് പോയപ്പോൾ ഓർത്തോ? ഇതെല്ലാം ദീപകോപത്തിയിൽ വെന്തെരിഞ്ഞ കർത്താവായ യേശുവിൻ്റെ രക്തം കത്തിച്ച് പിതാവായ ദൈവം തന്ന ദീപശിഖയാണ് ഇതെന്ന് നിങ്ങൾ ആരെങ്കിലും ഓർത്തോ? നാം ഓർത്തോ? നാം ഇതൊന്നും ഓർത്തില്ല. 1-ാം നൂറ്റാണ്ടിൽ ആ ദീപശിഖ പിടിക്കാൻ ആളുണ്ടായിരുന്നു. ഇന്ന് ആരുണ്ട്? ഇന്ന് ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ആ ദീപശിഖ അന്ന് പിടിക്കാൻ ആളുണ്ടായിരുന്നു. പത്രോസ് ഉണ്ടായിരുന്നു, അപ്പോസ്തലനായ പൗലോസ് ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു, ചുരുക്കം പേരുണ്ടായിരുന്നു. ആ ദീപശിഖ കത്താതിരിക്കാൻ തല്ലിക്കെടുത്താനും ആളുണ്ടായിരുന്നു. അന്നും ഉണ്ടായിരുന്നു. അന്നത്തെ സഭയുണ്ടായിരുന്നു, യഹൂദസഭ. അന്നത്തെ രാഷ്ട്രമുണ്ടായിരുന്നു ആ ദീപശിഖ കത്താതിരിക്കാനായിട്ട്. പക്ഷേ സംഭവിച്ചെന്താ? അത് എത്രമാത്രം കെടുത്താൻ നോക്കിയോ അത്രത്തോളം അത് എരുതിയിൽ എണ്ണ ഒഴിച്ചതുപോലെയുള്ള അനുഭവമായിട്ട് മാറി. എരുതിയിൽ എണ്ണയൊഴിച്ച അനുഭവമായിട്ട് മാറി. ദൈവമക്കളെ, ഞാൻ സന്തോഷത്തോടെ ഓർക്കട്ടെ, ഇന്ന് ഈ തലമുറയിൽ ആരുണ്ട്? ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ഈ തലമുറയിലെ ആളുകളല്ല, കഴിഞ്ഞ തലമുറയിലെ ആളുകളാണ്. ഒരു തലമുറ എന്ന് പറയുന്നത് 25 വർഷമാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ അനേകരും ഈ തലമുറയിലെ ആളുകളല്ല, കഴിഞ്ഞ കാല തലമുറയിലെ ആളുകളാണ്. ഈ തലമുറയിൽ ഈ ദീപശിഖ പിടിക്കാൻ ആരുണ്ട്? എന്തുകൊണ്ടാളില്ല? എന്തുകൊണ്ടാളില്ല? ആരുത്തരം പറയും? എന്തുകൊണ്ട് ആളില്ല? ആരാണ് ഉത്തരം പറയേണ്ടത്? എനിക്കും നിങ്ങൾക്കും മക്കളില്ലേ? എനിക്കും നിങ്ങൾക്കും മക്കളില്ലേ? ഈ ദീപശിഖ പിടിക്കാൻ ആരുണ്ട്? പിടിക്കാൻ തക്കവണ്ണം വളർത്തിയില്ല. ഈ ദീപശിഖ പിടിക്കാൻ തക്കവണ്ണം അതൊരു വിലയുള്ളതായി നാം കണ്ടില്ല. ആ ദീപശിഖ എൻ്റെ മക്കൾ പിടിക്കണമെന്ന് ഓർത്ത് നാം വളർത്തിയില്ല. അതിന് തക്കവണ്ണം വിലയുള്ളതായിട്ട് നാം കണ്ടതുപോലുമില്ല. പ്രിയപ്പെട്ടവരെ, പാടാൻ എളുപ്പമാണ്, പക്ഷേ ജീവിക്കാൻ പ്രയാസമാണ്. ആ ദീപശിഖ അപ്പോസ്തലനായ പത്രോസ് പിടിച്ചു. ലജ്ജിക്കേണ്ടി വന്നില്ല. ആ ദീപശിഖ
പൗലോസ് അപ്പോസ്തലൻ പിടിച്ചു, ലജ്ജിക്കേണ്ടി വന്നില്ല. വിശുദ്ധ കന്യമറിയാമ ഉണ്ടായിരുന്നു ആ കൂടെ, ലജ്ജിക്കേണ്ടി വന്നില്ല. പക്ഷേ ഇന്ന് ആ ദീപശിഖ ഉണ്ടെന്ന് പറയുന്ന നാം എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കണം. ആ ദീപശിഖ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ലജ്ജിക്കേണ്ടി വരുന്നുണ്ടോ? ലജ്ജിക്കേണ്ടി വരുന്നുണ്ടോ? തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. എല്ലാവരും ഒന്ന് കാണാതെ പഠിക്കണം ഈ വാക്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് കൂട്ടായ്മയിൽ വരുന്നവർ. 2-ാം അധ്യായം 7-ാം വാക്യം എന്താണത്? വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ. എന്ന് വെച്ചാൽ നമ്മുടെ കുറ്റം കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാള്, നമ്മളിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാള്, വിരോധി നമ്മളെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയായി കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിന് മുമ്പായിട്ട് അപ്പോസ്തലൻ പറയും, അതിന് അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വായിച്ചാൽ കാണാം, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രായമായവരെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. പ്രായമായവർ അവരെന്ത് ചെയ്യണം? അവരെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള ബഹുമാനം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വാർദ്ധക്യത്തിലുള്ള ഒരുത്തൻ പെരുമാറരുത്. അവൻ്റെ ഭവനത്തിലോ അവൻ്റെ ചുറ്റുപാടോ ഉള്ളവർക്ക് ഇത്രയും പ്രായമായ ഒരു മനുഷ്യനിൽ ഒരു ബഹുമാനം കാണും, പ്രായത്തിൻ്റെ ബഹുമാനം. ആ ബഹുമാനം നഷ്ടപ്പെടുത്തവണ്ണം പ്രായമുള്ളവൻ പ്രവർത്തിക്കരുത്, ചെയ്യരുത്. വാർദ്ധക്യമുള്ള സ്ത്രീകളെ കുറിച്ച് അപ്പോസ്തലൻ അടുത്തത് പറയും. വാർദ്ധക്യമുള്ള സ്ത്രീകൾ, അവരെ പരദൂഷണം പറയരുത്, വായാടികളാകരുത് എന്ന് പറയും. പ്രായമായ സ്ത്രീകൾ പ്രത്യേകിച്ച് ഏഷണിക്കാരാകരുതെന്നാണ് അപ്പോസ്തലന്റെ വാക്ക്. പ്രായം കുറഞ്ഞ സ്ത്രീകളെ കുറിച്ച് അപ്പോസ്തലൻ പറയും, അവർ പാതിവൃത്യമുള്ളവരായിരിക്കണം, വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം, ഭർത്താവിന് കീഴടങ്ങുന്നവരായിരിക്കണം, അതിലൊന്നും ലജ്ജിക്കാൻ ഇടവരരുത്. ചെറുപ്പക്കാരെ കുറിച്ച് അപ്പോസ്തലൻ പറയും. എന്നിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ വീട്ടുകാര്യം നോക്കണം, ജീവിതം ഒരു കളിയല്ല എന്ന് മനസ്സിലാക്കണം. ജീവിതം ഒരു കളിയല്ല. ഒരു കുടുംബനാഥനാവുക എന്ന് പറയുന്ന ഒരു കളിയല്ല. ഒരു ഭർത്താവാകുക എന്ന് പറയുന്ന ഒരു കളിയല്ല. ഒരപ്പനാകുക എന്ന് പറഞ്ഞാൽ ഒരു കളിയല്ല. ഒരു സുവിശേഷകനാകുക എന്ന് പറഞ്ഞാൽ കളിയല്ല. ദൈവവേലയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ കളിയല്ല. ഗായക സംഘത്തിൽ അംഗമാകുക എന്ന് പറഞ്ഞാൽ കളിയല്ല. ദൈവമക്കളെ ഈ ഫെലോഷിപ്പിൻ്റെ ഒരു പ്രവർത്തകനാകുക എന്ന് പറഞ്ഞാൽ കളിയല്ല. ഇതെല്ലാം ഗൗരവമുള്ള കാര്യമാണെന്നും ഇതെല്ലാം വിലയുള്ളതാണെന്നും സീരിയസ് ആയിട്ട് എടുക്കണം. ഇതെല്ലാം വിലയുള്ളതായി നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, വിരോധി നമ്മളെക്കുറിച്ച് ഒരു തിന്മയും പറയാതെ ലജ്ജിക്കണം. നമ്മുടെ വസ്ത്രധാരണം കണ്ട് ആരും ലജ്ജിക്കാനിട വരരുത്. നമ്മുടെ വസ്ത്രധാരണം കണ്ട്, നമ്മുടെ വായിലെ വാക്ക് കേട്ടിട്ട് ആർക്കും ലജ്ജ തോന്നാനിട വരരുത്. തീരുന്നില്ല. നിങ്ങൾ ഓരോന്ന് ചിന്തിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വസ്ത്രധാരണം കണ്ട് ആർക്കെങ്കിലും ലജ്ജ തോന്നുമോ? നിങ്ങളുടെ വായിലെ വാക്ക് കേട്ടാൽ ലജ്ജ തോന്നുമോ? നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ സ്വഭാവം കണ്ടാൽ ലജ്ജ തോന്നുമോ? മേടിച്ചാൽ കൊടുക്കൂ. കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സ്നേഹത്തോടെ പറയുമോ? ദൈവമക്കളെ, ആർക്കും ലജ്ജിക്കാനിട വരരുത്. ഈ ഫെലോഷിപ്പിൽ വരുന്നവരെ കുറിച്ച് പ്രത്യേകം പറയുകയാണ്. നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ കണ്ട് ആർക്കും ലജ്ജിക്കാനിട വരരുത്. ഇങ്ങനെയുള്ളവരാണോ ഇവിടെ വരുന്നതെന്ന് ചോദിക്കാനിട വരരുത്. നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ലജ്ജിക്കാനിട വരരുത്. കൂട്ടായ്മ നടത്തുന്നതിനെക്കുറിച്ച്, ഏത് പ്രവർത്തനം എന്ത് നടത്തിയാലും ശരി, അതിൽ ആർക്കും ലജ്ജിക്കാനിട വരരുത്. നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്നവന് അതിലൊരു കുറ്റവും കാണാനിട വരരുത്. ആ തരത്തിലൊരു മാതൃകയായിട്ട് തന്നെ ജീവിക്കണം. ദൈവമക്കളെ, ഈ മാതൃകാ ജീവിതമൊന്നുമില്ലാതെ നമ്മൾ ബൈബിൾ പഠിച്ചാലോ ബൈബിൾ പ്രസംഗിച്ചാലോ
മീറ്റിംഗ് നടത്തിയാലോ, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചാലോ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചെവി തുറന്നിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ലജ്ജാബോധമുണ്ടാകട്ടെ. ദൈവമക്കളെ, എനിക്ക് എന്നെക്കുറിച്ച് ലജ്ജ വരുന്നത് എപ്പോഴാണെന്നറിയാവോ? എനിക്ക് എന്നെക്കുറിച്ച് നാണം തോന്നുന്ന ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നാണം തോന്നുന്ന ഒരു അവസരമുണ്ട്. അതെപ്പോഴാണെന്നറിയാവോ? വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ലജ്ജ വരിക? ഇപ്പോൾ ലജ്ജ വരുന്നില്ല. നിങ്ങളുടെ ഒരു വാക്കോർത്തോ പെരുമാറ്റമോർത്തോ നിങ്ങളുടെ ഒരു പ്രവർത്തനം ഓർത്തോ നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കൊണ്ട് നിങ്ങൾക്ക് ഒരു നാണവും ലജ്ജയും വരുന്നില്ല. എനിക്കും വന്നിരുന്നില്ല. 35-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെടുന്നത് വരെ എനിക്ക് എന്നെക്കുറിച്ച് ഒരു നാണവും തോന്നിയിരുന്നില്ല, ഒരു ലജ്ജയും തോന്നിയിരുന്നില്ല, എൻ്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ലജ്ജ തോന്നിയിരുന്നില്ല, ഒരു വാക്കിനെക്കുറിച്ച് ലജ്ജ തോന്നിയിരുന്നില്ല. പക്ഷേ എൻ്റെ അകത്തൊരു സൂര്യൻ ഉദിച്ചു. എൻ്റെ അകത്ത് കർത്താവായ യേശു എന്ന സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട്, ആ സൂര്യോദയം ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് ലജ്ജ തോന്നിയത്. യഹസ്കേൽ 6:20, യഹസ്കേൽ 20:43, റോമർ 6:21 വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ലജ്ജ തോന്നുന്ന ഒരു സമയം വരുമെന്ന്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ലജ്ജ വരും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ നാണം തോന്നാൻ തുടങ്ങും, നിങ്ങളുടെ വാക്കുകളെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നമ്മുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് തന്നെ സംസാരിക്കുകയാണ്. നമ്മുടെ ഹൃദയം തുറന്ന് നമ്മളെ കാണിച്ചു തരികയാണ് നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട് എന്ന്. ദൈവമക്കളെ, നാം പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോൾ, വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലേക്ക് നാം കിടക്കുമ്പോൾ, വേദപുസ്തകത്തിലെ പുതിയ നിയമം നിങ്ങൾക്കറിയാം. ആദ്യം കാണുന്നത് 4 സുവിശേഷങ്ങളാണ്. സുവിശേഷങ്ങളിൽ എന്താണുള്ളത്? നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജനനം, അവൻ്റെ വചനങ്ങൾ, അവൻ്റെ മരണം, അവൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് സുവിശേഷങ്ങളിലുള്ളത്. പക്ഷേ ഞാനും നിങ്ങളും എങ്ങനെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ കാരണവന്മാരൊക്കെ എങ്ങനെ ക്രിസ്ത്യാനികളായി? ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെ ഈ കൃപയുടെ കൂട്ടവകാശികളായി എന്ന് അറിയുന്നത് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോഴാണ്. വേദപുസ്തകത്തിലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അല്ലെങ്കിൽ അതേ തുടർന്നുള്ളതായ ലേഖനങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുകയുള്ളൂ, നാം എല്ലാം അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ, പിതാമഹന്മാരെങ്ങനെ ഈ ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നു. ഇത് മനസ്സിലാകുന്നത് അവിടെയെല്ലാം വായിക്കുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ. അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് ആ പ്രസംഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് പറഞ്ഞാണ് പ്രസംഗിച്ച് തുടങ്ങിയത്? അപ്പോസ്തലൻ തുടങ്ങിയത് ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് പറഞ്ഞാണ് പ്രസംഗിച്ചു തുടങ്ങിയത്. ഇസ്രായേൽ പുരുഷന്മാരോടാണ് പ്രസംഗിച്ചു തുടങ്ങിയത്. അവരോട് അപ്പോസ്തലൻ പറഞ്ഞു. എന്താണ് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 2:38-39 വാക്യം വായിക്കാം. എന്താണ് അവരോട് അപ്പോസ്തലൻ പറഞ്ഞു കൊടുത്തത്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ മാനസാന്തരപ്പെട്ട യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോസ്തലൻ പിന്നീടും പ്രസംഗിക്കാൻ തുടങ്ങി. ഇസ്രായേൽ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു, അതിൽ പ്രധാനികളെ വിളിച്ചു. അവരോടാണ് 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഇസ്രായേൽ സഭയിലെ മൂപ്പന്മാരോട് അപ്പോസ്തലൻ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അവരെ വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പത്രോസ് അപ്പോസ്തലൻ അവരോട് പറഞ്ഞു, ആ സഭയിലെ പ്രമാണികളോട് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുണ്ട്. എന്താണ് ആ പ്രത്യേകം പറയാനുള്ള കാര്യം? 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ അവരോട് തീർത്ത് പറഞ്ഞു, ലോക ചരിത്രത്തിൽ ഇനിയൊരു രക്ഷകൻ വരാൻ പോകുന്നില്ല. 2000 കൊല്ലം മുമ്പ് പത്രോസ് പറഞ്ഞു, രക്ഷകനെ കാത്തിരുന്ന സമൂഹത്തോട് പറഞ്ഞു കൊടുത്തു, ലോകചരിത്രത്തിൽ യേശു എന്ന മിശിഹ വന്നു കഴിഞ്ഞു, ഇനിയൊരു രക്ഷകൻ വരാനില്ല. നിങ്ങൾ എത്ര കാലം കാത്തിരുന്നാലും ഒരു രക്ഷകൻ വരില്ല. 2000 കൊല്ലം മുമ്പ് യഹൂദന്മാരോടത് പറഞ്ഞു. അവർ 2000 കൊല്ലമായി കാത്തിരിക്കുന്നു, ഒരു രക്ഷകനും വന്നില്ല. പ്രിയപ്പെട്ടവർ, ഒരു രക്ഷകനും ഉണ്ടായില്ല. ഞാനും നിങ്ങളും ചെവി തുറന്ന് കേൾക്കണം.
രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടണമെങ്കിൽ യേശുവിനെ വിളിക്കണം. രക്ഷയുടെ വഴി യേശു മാത്രമേ ഉള്ളൂ. വേറൊരു രക്ഷകൻ വരാൻ പോകുന്നില്ല. അപ്പോസ്തലനായ പത്രോസ് ഒരു രക്ഷകനല്ല. അപ്പോസ്തലനായ പൗലോസ് ഒരു രക്ഷകനല്ല. പരിശുദ്ധ കന്യമറിയാം ഒരു രക്ഷകയല്ല. ഒരു സഭയും രക്ഷകനല്ല. അതാണ് പത്രോസ് പറയുന്നത്. ഒരു സഭയും നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നില്ല. സഭയിലെ പിതാക്കന്മാർ രക്ഷിക്കാൻ പോകുന്നില്ല. ഒരു രക്ഷകനേ ഉള്ളൂ. അവൻ വന്നു കഴിഞ്ഞു. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കും രക്ഷ വേണമെങ്കിൽ, ദൈവരാജ്യം വേണമെങ്കിൽ, പാപമോചനം വേണമെങ്കിൽ, പാപത്തിൻ്റെ മേൽ ജയം വേണമെങ്കിൽ, കുടുംബസമാധാനം വേണമെങ്കിൽ, ഹൃദയത്തിൽ നിരപ്പ് വേണമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് പോകണമെങ്കിൽ, ഹൃദയത്തിൽ രൂപാന്തരം വേണമെങ്കിൽ, വിശുദ്ധ ജീവിതം വേണമെങ്കിൽ, എനിക്ക് നിങ്ങളുടെയും മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക വഴി. ഇനി വേറൊരു രക്ഷകൻ വരാൻ പോകുന്നില്ല. അവനത്രേ നിങ്ങളെ വിളിക്കുന്നത്. അവനത്രേ എന്നെ വിളിച്ചത്. അവനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചത്. അവനാണ് അബ്രാഹാമിന്റെ വീടിന്റെ വാതിക്കൽ ചെന്ന് മുട്ടിയത്. അബ്രാഹാമിന്റെ ഹൃദയവാതിക്കൽ അവൻ മുട്ടി. അബ്രാഹാമെ, നീ ഒന്ന് തുറക്കാവോ എന്നവൻ ചോദിച്ചു. കാലങ്ങൾക്ക് മുമ്പ് അബ്രാഹാമിന്റെ ഹൃദയവാതിക്കൽ മുട്ടിക്കൊണ്ട് ദൈവം തമ്പുരാൻ ചോദിച്ചു, അബ്രാഹാമെ, നിനക്കൊന്ന് തുറക്കാവോ? ഹല്ലേലൂയ. ദൈവമക്കളെ, അബ്രഹാം തുറന്നു കൊടുത്തു. അബ്രഹാം തുറന്നു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം ഇതിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ ആ മുട്ടുന്ന സ്വരമാണ് കേൾക്കുന്നത്. നീ ഹൃദയം തുറന്ന് യേശുവിനെ ഇടം കൊടുത്തിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, നീ ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവനായ സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിക്കൽ മുട്ടുന്ന യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എളിമപ്പെടാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിക്കൽ യേശു മുട്ടുകയാണ്. അബ്രഹാമിന്റെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടി. അവന് ലജ്ജിക്കേണ്ടി വന്നില്ല. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയവാതിക്കൽ അനേക വർഷങ്ങൾ മുട്ടിയിട്ടും എൻ്റെ കർത്താവിന് ലജ്ജിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് അവൻ്റെ ലജ്ജ മാറട്ടെ. ഇന്ന് ആര് ഹൃദയം തുറന്നു കൊടുക്കുന്നുണ്ട്? ആര് ഹൃദയം തുറന്നു കൊടുക്കുന്നുണ്ട്? കർത്താവേ, ഞാൻ ഇന്ന് എൻ്റെ ഹൃദയവാതിക്കൽ മുട്ടുന്ന യേശുവിന് മുമ്പിലേക്ക് ഞാൻ കീഴടങ്ങുകയാണ്. അവൻ എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുകയാണെന്ന് ആര് സമർപ്പണം പറയുന്നുണ്ട്? ഇത് സമർപ്പണം എടുക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് നിങ്ങൾ കീഴടങ്ങുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ചേർന്ന് പാടാൻ സാധിക്കുന്നില്ല? എനിക്ക് നിങ്ങൾക്ക് ചേർന്ന് പാടാമല്ലോ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ, മരണബന്ധനങ്ങളെ വിട്ടുപോരു നീ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് നമ്മുടെ കാരണവന്മാരെ വിളിച്ചു എന്ന് വെച്ചാൽ എൻ്റെ നിങ്ങളുടെ അപ്പനെ വിളിച്ചു എന്നോ അപ്പൻ്റെ അപ്പനെ വിളിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 2000 കൊല്ലം മുമ്പ് പത്രോസ് വിളിച്ചു പറഞ്ഞു. 10-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും. അതുവരെ യഹൂദ ജാതിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന പത്രോസ് അപ്പോസ്തലൻ, യഹൂദ സഭയിലെ പ്രമാണികളോട് സംസാരിച്ചു കൊണ്ടിരുന്ന പത്രോസ് അപ്പോസ്തലൻ ഇപ്പോൾ പറയുന്നു, കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പറയുന്നു, അവന്റെ നാമം മൂലം ഏവർക്കും പാപമോചനം കിട്ടും. പ്രിയപ്പെട്ടവരെ, അതിലാണ് ഞാനും നിങ്ങളും പെട്ടത്. ഇസ്രായേൽ പൗരതയോടൊരു ബന്ധമില്ലാതിരുന്ന ഞാനും നിങ്ങളും, നമ്മുടെ പിതാക്കന്മാർ, ഈ ഭാരത മണ്ണിലെ നമ്മുടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ ഏത് ഭൂഖണ്ഡത്തിലുള്ളവരായാലും, അമേരിക്കക്കാരനായാലും ആഫ്രിക്കക്കാരനായാലും ദൈവമക്കളെ യൂറോപ്യനായാലും ആസ്ട്രേലിയക്കാരനായാലും എല്ലാവരും കേട്ടത് ഇതാണ്: അവൻ്റെ നാമമൂലം അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും പാപമോചനം കിട്ടും. അത് കേട്ടിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ ക്രൈസ്തവരായത്. യേശുവിൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പാപത്തിന് പരിഹാരമുണ്ട്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ മേൽ ജയമുണ്ട്. കർത്താവായ യേശു എന്ന വാതിൽ വഴി ദൈവരാജ്യത്തിൽ എത്താമെന്ന്
പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും പിതാക്കന്മാർ വർഷം 2000 കൊല്ലം മുമ്പ് കേട്ടപ്പോൾ അവരെങ്ങനെ തലമുറ കൈമാറി വന്നിട്ടാണ് നമ്മളെല്ലാം ഈ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഓർക്കാൻ പറ്റുമോ? ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ആ വിളി കേട്ടാണ് നാം വന്നത്. പാപമോചനത്തിനൊരു രക്തമുണ്ട്, പാപം ക്ഷമിക്കാനൊരു യേശുവുണ്ട്, പാപമോചനം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഏവർക്കും പാപമോചനം കിട്ടും, പാപമോചനം കിട്ടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പാപത്തിന് മോചനം കിട്ടും, പാപത്തിന് മോചനം കിട്ടും. ദൈവരാജ്യം കിട്ടുമെന്നല്ല പറഞ്ഞത്. ദൈവരാജ്യം സൗജന്യമായി കിട്ടും. പാപമോചനം നിങ്ങൾക്കൊരു അധ്വാനം കൂടാതെ കിട്ടും. അത് ദൈവകോപത്തിൽ വെന്തെരിഞ്ഞ കർത്താവായ യേശുവിൻ്റെ ആ രക്തത്തിൻ്റെ കത്തിയത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും പാപമോചനം കിട്ടും. ദൈവരാജ്യം കിട്ടണമെങ്കിൽ അത് പോരാ. ദൈവരാജ്യം കിട്ടണമെങ്കിൽ അത് സൗജന്യമായി കിട്ടില്ല. പാപമോചനം സൗജന്യമായി കിട്ടും, ദൈവരാജ്യം സൗജന്യമായി കിട്ടുകയില്ല. ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുക്കമുള്ളതാണ്. അത് ഇടുക്കമുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇടുക്കമുള്ളതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? മദ്യലഹരിയിൽ ആറാടി നടക്കുന്ന ഒരുത്തന് ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം അതിൻ്റെ വാതിൽ വീതിയുള്ളതല്ല. ഇപ്പോഴും മദ്യത്തിൽ ആറാടി നടക്കുന്ന ഒരുത്തന് കടന്നു പോകാൻ തക്കവണ്ണം ദൈവരാജ്യത്തിൻ്റെ വാതിൽ വീതിയുള്ളതല്ല. ഒരു വായാടിപ്പെണ്ണിന് കയറിപ്പോകാൻ തക്കവണ്ണം അതിൻ്റെ വാതിൽ വീതിയുള്ളതല്ല. അവിഹിത ബന്ധം മൂടി വെച്ചുകൊണ്ട് ഏറ്റുപറയാതെ അവിഹിത ബന്ധം നടന്നത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തിക്ക് കടന്നു പോകാൻ തക്കവണ്ണം സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ വീതിയുള്ളതല്ല. ഇപ്പോഴും ഹൃദയത്തിൽ പകയും വിദ്വേഷവും പ്രതികാരവും കൗശലവും പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുന്ന ഒരുത്തന് കടന്നു പോകാൻ തക്കവണ്ണം ദൈവരാജ്യത്തിൻ്റെ വാതിൽ വീതിയുള്ളതല്ല. ഇത് നാം വാസ്തവത്തിലൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇതാണ് നാം അറിയേണ്ടത്. പാപമോചനം അത് സൗജന്യമായി കിട്ടും. ദൈവരാജ്യം കിട്ടണമെങ്കിൽ നാം നമ്മുടെ പാപത്തോട് യാത്ര പറയണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതാണ് നമ്മളോട് പറയാനുള്ളത്. പാപമോചനം കേട്ടാൽ നമ്മുടെ പിതാക്കന്മാർ ഓടി വന്ന പിതാക്കന്മാരോട് പിൽക്കാലത്ത് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പാപത്തിൻ്റെ മേൽ ജയം നേടൂ. ദൈവരാജ്യത്തിന് സ്വർഗരാജ്യത്തിൻ്റെ വിളി യോഹന്നാൻ സ്നാപകന്റെ കാലത്ത് തുടങ്ങിയ ദൈവരാജ്യത്തിൻ്റെ വിളിയാണ്. പ്രിയപ്പെട്ടവരെ, അനേകർ അതിലേക്ക് കയറിക്കഴിഞ്ഞു, അനേകർ ദൈവരാജ്യം ലക്ഷ്യമാക്കി കഴിഞ്ഞു. നമുക്കതിനെ അറിഞ്ഞുകൂടായോ? എത്രയോ പേർ ദൈവരാജ്യ ലക്ഷ്യമായി ജീവിച്ചു, എത്രയോ പേർ ദൈവരാജ്യത്തിലെത്തി. ആ ദൈവരാജ്യത്തിൻ്റെ വാതിക്കൽ നാം വന്ന് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളതിൽ കിടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്കാം. അതിനെന്താണ് വേണ്ടത്? ക്രിസ്തുവിന് കീഴടങ്ങുക, അവൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കുക. ദൈവനാമത്തെപ്പെടുമാറാകട്ടെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുകയാണ്, നന്മയും തിന്മയും നിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, ജീവനും മരണവും നിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഓരോ ഭർത്താവിൻ്റെ മുമ്പിലും, ഓരോ ഭാര്യയുടെ മുമ്പിലും, ഓരോ യുവാവിൻ്റെ മുമ്പിലും, പ്രിയപ്പെട്ടവരെ, ഓരോ അധികാരിയുടെ മുമ്പിലും നന്മയും തിന്മയും ഇരിപ്പുണ്ട്. പക്ഷേ നന്മ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണില്ല. നന്മ തിരഞ്ഞെടുക്കാൻ പറ്റാതെ വണ്ണം ബന്ധനമുണ്ട്. കൈക്ക് ബന്ധനമില്ല, കയ്യിൽ വലങ്ങില്ല, കാലിൽ ചങ്ങലയില്ല. പ്രിയപ്പെട്ടവരെ, ജയിൽ പുള്ളിയല്ല. പിന്നെ എവിടെയാണ് ബന്ധനം? ഹൃദയത്തിലാണ് ബന്ധനം. സഹോദര, നിന്റെ ബന്ധനം നിന്റെ ഹൃദയത്തിലാണ്. നിന്റെ കയ്യിലല്ല ബന്ധനം, കാലിലല്ല ബന്ധനം. നന്മയായത് തിരഞ്ഞെടുക്കാൻ നിനക്ക് സാധിക്കുന്നില്ല. കാരണം നിന്റെ ഹൃദയം അതിന് നിന്നെ സമ്മതിക്കുന്നില്ല. ക്ഷമിക്കാൻ നിന്റെ ഹൃദയം സമ്മതിക്കുന്നില്ല. ക്ഷമിച്ചു കൊടുക്കാൻ നിന്റെ ഹൃദയം നിന്നെ സമ്മതിക്കുന്നില്ല. ആ ബന്ധനമാണ് നാം അറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതിനാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയെന്ന് അപ്പോസ്തലൻ പറയുന്നു. അടുത്ത വാക്യം അപ്പോസ്തലൻ പറയും. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ പാരമ്പര്യം കൊണ്ട്, അപ്പോസ്തലന്റെ പാരമ്പര്യമാണ് പരിച്ഛേദന. അപ്പോസ്തലൻ തീമോഥെയോസിനെ പരിച്ഛേദന കഴിപ്പിച്ച മനുഷ്യനുമാണ്. പാരമ്പര്യമുണ്ട്, പരിച്ഛേദന എന്ന പാരമ്പര്യമുണ്ട്.
പരിച്ഛേദന ഏൽപ്പിച്ച മനുഷ്യനുമാണ്. പക്ഷേ അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ കഴിഞ്ഞകാല പാരമ്പര്യം കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല. That is a challenging word. എൻ്റെ കഴിഞ്ഞകാല പാരമ്പര്യം കൊണ്ട് എനിക്ക് ആത്മീയമായി ഒരു പ്രയോജനവുമില്ല. ഇതെൻ്റെ വാക്കല്ല, അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കാണ്. പ്രിയപ്പെട്ടവരെ, പിന്നെ എവിടെയാണ് പ്രയോജനമുള്ളത്? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്. ദൈവമക്കളെ, നിങ്ങൾ വൃഥാവുള്ള കാര്യങ്ങളെല്ലാം വിട്ട് യേശു ക്രിസ്തുവിലേക്ക് വരണം. ഞാൻ ഈ ദീപശിഖ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അപ്പനൊന്നും എൻ്റെ കയ്യിൽ ഒരു ദീപശിഖം തന്നില്ല. എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല, നമ്മുടെ ആരുടെയും വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദീപശിഖ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ദീപശിഖ മാലാഖമാരിവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ആ ദീപശിഖ കാൽവരി മലയിൽ ദീപകോപത്തിയിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് കത്തിയ ആ ദീപശിഖ ഇന്ന് മാലാഖമാരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ആരത് എടുക്കുന്നുണ്ട്? ആ ദീപശിഖ ആര് കയ്യിലെടുക്കുന്നുണ്ട്? അത് വിശുദ്ധിയുടെ ദീപശിഖയാണ്, അത് സമാധാനത്തിൻ്റെ ദീപശിഖയാണ്, അത് സ്നേഹത്തിൻ്റെ ദീപശിഖയാണ്, അത് ഓടുവാണ്ടൊക്കെ പ്രേരണയാണ്, അത് കാൽക്കൽ വീഴാനുള്ള പ്രേരണയാണ്, അതിന് ജീവിതത്തിൽ ഇനി പഴയത് മതി എന്ന് പറയാനുള്ള പ്രേരണയാണ്. എനിക്കിനി വിണക്കം വേണ്ട, എനിക്കിനി വഴക്ക് വേണ്ട, എനിക്കിനി മദ്യം വേണ്ട, എനിക്കിനി വായാടിയായി നടക്കണ്ട, എനിക്കിനി അവിഹിതം വേണ്ട, എനിക്ക് ആരോടും നീരസം വേണ്ട. ഇത് പറയുവാണ്ടൊക്കെ തീയാണ് ആ ദീപശിഖയിലുള്ളത്. ദൈവമക്കളെ, ആ ദീപശിഖ നിങ്ങൾ കൈകൊണ്ടെടുക്കൂ. അത് മാലാഖമാരോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ദീപശിഖ കയ്യിലെടുക്കുന്നവരാരെല്ലാം ഉണ്ട്. അതിനുള്ള സമയമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആരാണ് ഈ ദീപകോപത്തിയിൽ കത്തിയിടുന്നതായ ആ ദീപശിഖ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതെടുക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ദീപശിഖ കയ്യിലെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറട്ടെ. അപ്പോസ്തലൻ പറഞ്ഞ പോലെ പറയാ, എൻ്റെ വൃഥാ പാരമ്പര്യം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. യേശു ക്രിസ്തുവിനെ അറിയാത്ത കാലത്ത് ഞാൻ നടത്തിയ വഴിപാട് കൊണ്ടോ നേർച്ച കൊണ്ടോ പരമദാശ കൊണ്ടോ അവിടെ നടത്തിയ യാതൊരു കർമ്മങ്ങൾ കൊണ്ടോ എനിക്കൊരു പ്രയോജനവുമില്ല. യേശുവിനെ അറിഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നന്മയുള്ളൂ. ആ ദീപശിഖ ഞാനിതാ എൻ്റെ കയ്യിലെടുക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.